നിനക്ക് മാങ്ങ വേണം? തേങ്ങ വേണം. ഞാൻ പോവുക. അല്ല, അമ്പലത്തിൽ കൂടിയാട്ടമുണ്ട്, വരില്ലേ? പരീക്ഷയാണ്, എനിക്ക് പഠിക്കാനുണ്ട്. ഓ പിന്നെ നീ പഠിച്ച് തുക്കടി സാഹിബാകാൻ പോവല്ലേ? നോക്കിക്കോ. സന്ധ്യ ആയാലും തേനെടുക്കൽ വിടില്ല അല്ലേ? ശ്രീഭഗവതി പോകും. ഓ, അതിനിപ്പോ ശ്രീഭഗവതി ഇവിടെയല്ലേ ഇരിക്കണം? നീ ഇതുവരെ പോയില്ലേ? നേരെ ഇരുട്ടായി തുടങ്ങി, ചേര വരാറായി. ഇവിടെ വന്നതിന് അച്ഛനൊന്നും പറയാൻ പോണില്ല. ഞാൻ പോവുക. അമ്മ പറഞ്ഞെന്ന് വെച്ച് നീ പോണ്ട. മധുവേട്ടൻ വന്നിട്ട് പോയാ മതി കേട്ടോ. ഞാൻ മധുവേട്ടനെ കാണാൻ വന്നൊന്നുമല്ല. കാണാൻ വന്നത് അതിനല്ലെങ്കിലും പോകാത്തത് അതുകൊണ്ടല്ലേ. നീ ഒറ്റയ്ക്ക് പോണ്ട, തുണയ്ക്ക് ആളായി. എന്താടേ ഒന്ന് കിണുങ്ങണത്? നളിനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിട്ട് നിൽക്കുക. ഏട്ടൻ വന്നിട്ട് പോകാന്ന് ഞാൻ പറയേ. എനിക്കിപ്പോ ആരുടെയും തുണയൊന്നും വേണ്ട. എന്നെ ആരും പിടിച്ചു തിന്നില്ല. ഓ എടി പെണ്ണെ, ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. ഏട്ടൻ വന്നാൽ ഞാൻ അമ്മാവന്റെ വീട്ടിൽ പോയിരിക്കാന്ന് പറയാം. ഇപ്പൊ വരാം. നടക്ക് നടക്ക്, കൊഞ്ചല്ലോ. നിനക്ക് ലീവ് നീട്ടിക്കൂടെ? വിഷമ പോയിട്ട് 3 കൊല്ലം കഴിഞ്ഞു. അടുത്ത മാസം 2-ാം തീയതിക്ക് 3 കൊല്ലാവും. ഏതായാലും ഒന്ന് എഴുതി നോക്കടോ. എന്തോ കടിച്ച പോലെ. എവിടെ എവിടെ നോക്കട്ടെ. നല്ല കടിച്ചല്. മതി പാമ്പ. പാമ്പോ? ഏതായാലും എന്തെങ്കിലും കൊണ്ടൊന്ന് കെട്ടാം. നടക്കണ്ട. വാങ്ങലൊന്നും തുറന്നേ. ആ തിന്നരി നളിനി, നളിനി. അയ്യോ മധുവേട്ടാ, എന്ത് പറ്റി? കാലിലൊക്കെ കടിച്ചു. അയ്യോ, ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട. ഈ മരുന്ന് രാത്രി 10 മണിക്ക് കൊടുത്താൽ മതി. വേദനയുണ്ടോ? പേടിക്കാൻ വല്ലതും? കണ്ട ജാതി തരക്കേടില്ലാത്തതാ. ആൾ ഉഗ്രനാ. അതിന്റെ ഫലം വഴിയിൽ കാണിച്ചിരിക്കും. തല ചുറ്റിയിരിക്കും ഇല്ലേ? ആ, നാളെ വിവരം പറയൂ. ഇന്നവന്റെ വീര്യം കാണിക്കാതിരിക്കില്ല. വാവല്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ എടാ, അപ്പുവിനെയും ഓപ്പോളെ അറിയിക്കണ്ടേ? വേണ്ട, ഇപ്പൊ അറിയിക്കണ്ട. അവര് പേടിക്കും. നീ എന്താണ് കരയുന്നത്? പേടിക്കാനൊന്നുമില്ലെന്ന് വൈദ്യര് പറഞ്ഞില്ലേ? ഏതായാലും ഭേദമായിട്ട് മസുനെ അങ്ങോട്ട് അയച്ചാൽ മതി. 2 ദിവസം ഇവിടെ കിടക്കട്ടെ. കാപ്പി. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അതെ അതെ, ഭ്രാന്തുള്ളവര് മാത്രമല്ലേ കരയുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നന്ന്. അപ്പോ ഞാൻ വേണമെന്ന് വെച്ച് കാണിക്കണല്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഉറപ്പിച്ചു പറഞ്ഞു. മണ്ടി. വേണ്ട വേണ്ട, കിന്നാരും ഒന്നും വേണ്ട. അപ്പോഴത്തേക്കും പെണ്ണിന്റെ ഒരു ശുണ്ടി. ഓ, ഞാൻ പറയുന്ന കേക്ക്. അയ്യോ അമ്മ. നളിനി അമ്മ ചോദിച്ച കരിക്കത്തി കണ്ടോന്ന്. അപ്പോട്ടം വന്നോട്. വന്നു പോയി. എന്താ പറഞ്ഞത്? നളിനിയോട് നല്ലോണം നോക്കാൻ പറഞ്ഞിട്ടാ പോയത്. ആ, നീ പോയിക്കോ. പറഞ്ഞത് കേട്ടില്ലേ? എന്നെ നല്ലോണം നോക്കണം. ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? പറയാമല്ലോ. അതെങ്ങനെ? അവൾ അടുത്ത് നിൽക്കുകയല്ലായിരുന്നു? ആര്? നളിനിയോ? അപ്പോ മോളെ പറ്റിയും ദൂഷണം പറയാൻ തുടങ്ങിയോ? നടത്തേണ്ടത് നടത്തേണ്ട സമയത്ത് നടത്തണം. പിന്നെ വേണ്ടതുപോലെ ഒന്നും നടത്താൻ പറ്റില്ല. എന്താ ഇപ്പൊ ഉണ്ടായത്? മോളുടെ പടമുറി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയാലേ അപകട. നിന്നോട് ഞാൻ എപ്പോഴേ പറഞ്ഞിരിക്കുന്നു അവനൊരു ജോലി ആവട്ടെന്ന്. വെറുതെ അച്ചാലും മുച്ചാലും നടക്കുന്നവന് കല്യാണവും വേണോ?
ശ്രമിക്കാനിട്ടാണോ? കിട്ടണ്ടേ? ജോലി കിട്ടുന്നതേ ലോട്ടറി കിട്ടുന്നത് പോലെയാ. എന്നാലേ ഭാഗ്യമില്ലാത്തതിന് കല്യാണവും വേണ്ട. മരുമോനാണെന്ന് വിചാരിച്ച് മോളെ കണ്ണീരെടുപ്പിക്കാൻ എന്നെ കിട്ടില്ല. ആ അപ്പോഴും അമ്മായി സമ്മതിച്ച മധു വരാന്നാ പറയണത്. ഇവിടെ ജോലി കിട്ടുന്ന വിചാരിച്ച എത്ര കാലം ഇരിക്കുക? കുറച്ച് കഴിഞ്ഞാൽ ജോലിയും കിട്ടില്ല, ഏജ് പറയുന്നു പറയുകയും ചെയ്യും. എന്റെ കണ്ണടയുമ്പോ മക്കളെല്ലാം എന്റെ കൂടെ തന്നെ കാണണമെന്ന് ഒറ്റ ആഗ്രഹം എനിക്കുള്ളൂ. അതിന് അമ്മ അടുത്ത കാലത്ത് ഒന്നും മരിക്കില്ല. അതിനു മുമ്പ് ഞാൻ അവിടെ പോയി വല്ലതും സമ്പാദിച്ചിട്ട് തിരിച്ചു വരാം. അതിനുശേഷം ഇവിടെ വന്ന് എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങുകയും ചെയ്യാം. ഞാൻ പോകും മുമ്പ് തന്നെ എന്നോ ശരിയാക്കിക്കാം. പക്ഷെ അതിനവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. പാസ്പോർട്ടിന്റെ കാര്യമൊക്കെ നീ തന്നെ ശരിയാക്കിയാ മതി. എന്താ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നേ? ഫോണല്ലേ വരണത്, വേണമെങ്കിൽ ഇല്ലത്ത് പോയി കൈകൊട്ടി കളിക്കാം. പിന്നെ എനിക്ക് ജോലി ശരിയായിട്ടോ. ഓ, അതെ, പാസ്പോർട്ട് എടുത്തു, നമ്പർ ദുബായിക്ക് അയച്ചു കഴിഞ്ഞു. എന്തിനാ? NOC കിട്ടാൻ. ഇവിടെ ജോലിയൊന്നും കിട്ടില്ലേ? കിട്ടും, നിങ്ങളുടെ പറമ്പ് കളക്കാൻ. NOC വന്നാൽ ഞാൻ അങ്ങോട്ട് പോകും, കുറച്ച് കാശുണ്ടാക്കി തിരിച്ചു വരും. എനിക്ക് പേടിയാവുന്നു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നടക്ക് നടക്ക്. ആ കിട്ടിയ ഓപ്പോൾ രക്ഷപ്പെട്ടു. എന്നാ അത് ശരിയാവുക? അതിന് NOC വരണം. അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടില്ലേ? 7000 രൂപ കൊടുക്കണം, പിന്നെ വഴിച്ചിലവും എല്ലാം കൂടി 12ന്റെ വക്ക് പിടിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കൊടുക്കാം, ജോലി കിട്ടുക. എന്നാലും ഇത്ര ദൂരത്ത് അയക്കണോ? ഇപ്പൊ ഈ ദുബായ് എന്ന് പറയണത് അത്ര ദൂരത്തൊന്നുമല്ല. നമ്മൾ തിരുവനന്തപുരത്ത് പോണ സമയം കൊണ്ട് 2 പ്രാവശ്യം ദുബായി പോയിട്ട് വരാം. പിന്നെ അവൻ എവിടെ പോയാലെന്താ, അവസാനം അവൻ ഇങ്ങോട്ടല്ലേ വരേണ്ടത്. അയ്യോ, എന്താ അമ്മേ, എന്ത് പറ്റി? എന്തോ കടിച്ചു മോളെ. പാമ്പാണ്, അതാ വൈക്കോലിനുള്ളിൽ പോയി. അയ്യോ ഈശ്വര, കഴിഞ്ഞ ആഴ്ചയിലെ മധുവിട്ടിനെ കടിച്ചത്. വല്ലാതെ കാല് കടയുന്നു മോളെ. ഞാൻ അമ്മാവനെ അറിയിക്കാം, അമ്മായി വരും. അമ്മേ, അയ്യോ അമ്മ പതുക്കെ. അയ്യോ അമ്മേ. ഓ, 3-30-90 ദിവസത്തിനകം ഒരു വിഷം തൊഴിലും കൂടി ഉണ്ട്. തുള്ളൽ കഴിച്ചിട്ട് എത്രയായി? എന്റെ ചെറുപ്പകാലത്തോ മറ്റോ, എനിക്ക് നല്ല ഓർമ്മയില്ല. എന്നാലേ ഒട്ടും വൈകിക്കണ്ട. സർപ്പകോമ പൂവും 100 കൊണ്ട് മാത്രം പോരാ. കളമെഴുതി കന്യക തുള്ളണമെന്ന ആ വിധി ഇതിലും കാണുന്നത്. ഗുരുനാഥൻ പറയണ പോലെ തന്നെ ആയിക്കോട്ടെ. എന്താ? അത് ശരിയാ.
പേടിച്ചു കിട്ടി. എന്തിനാ വിളിച്ചിരിക്കണേ? കാര്യമുണ്ട്. എന്താ? പറയാം. വേണ്ട കേട്ടോ, വേണ്ടാത്തൊന്നും കാണിക്കണ്ട കേട്ടോ. സാരില്ല. അമ്മായി, ഈ പാമ്പുങ്ങൾ അശുദ്ധായ എന്താ ഉണ്ടാവുക? എന്താ ഇപ്പൊ ചോദിക്കാൻ? വെറുതെ ചോദിച്ചതാ. വൈധവ്യം സംഭവിക്കുന്ന പറയാ. തുള്ളല് നടക്കുമ്പോ നളിനി ഉണ്ടല്ലോ. നളിനി എന്ത് ചെയ്യായിരുന്നു? നല്ല ഉറക്കം. അവക്ക് എപ്പോഴും ഉറക്കാം. മധു, എടാ മധു. അവൻ വായനശാല പോയിരിക്കുക, ഇനിയും വന്നിട്ടില്ല. അവന്റെ NOC വന്നു. അവനോട് ശേഖരമ്മാവൻ ഒന്ന് പോയി കാണാൻ പറയാനാ. അപ്പോ അവന് ദുബായിക്ക് അയക്കാൻ തന്നെ തീർച്ചയാക്കിയോ? അതിനെന്താ അമ്മേ, 1-2 വർഷം കഴിഞ്ഞിട്ട് അവന് ഇഷ്ടമില്ലെങ്കിൽ തിരിച്ചു വന്നോട്ടെ. ആ, നിങ്ങളൊക്കെ വലുതായില്ലേ, ഇനി ഞാൻ പറഞ്ഞാ കേൾക്കോ? നളിനി അച്ഛനല്ലേ? ഉണ്ട്, ഞാൻ വിളിക്കാം. അച്ഛാ, എന്താ മധു? എനിക്ക് NOC വന്നിട്ടുണ്ട്. ഓ, എന്നൊക്കെയാ പോകണ്ടേ? 15 ദിവസത്തെ സമയമുണ്ട്. നീ അപ്പൂട്ടിനോട് ഒന്നും ഇങ്ങോട്ട് വരാൻ പറയൂ. ശരി, വരട്ടെ. എനിക്ക് വല്ലാണ്ട് പേടിയാകുന്നു. NOC കിട്ടിയപ്പോ പോണ്ടാന്ന്. ആറ്റുനോറ്റ് കിട്ടിയതല്ലേ? അതും ശരിയാണ്. വൈകാതെ കത്തയക്കണേ. ശരി, നീ പോയിക്കോ. എനിക്ക് ആ വാസു നിന്ന് കാണാം. ദേവി, ദേവി, ഓടിയൊരു ഓടിയൊരു. എന്താ നളിനി? അതാ മധുവിട്ട് പോകുന്ന പ്ലെയിൻ പോകുന്നു. അമ്മയ്ക്കെന്താ? ഒന്നുമില്ല, ഒന്നുമില്ല. അമ്മോട്ടേ, താൻ വന്നോ തന്റെ ഒരു ഒടുക്കത്തെ വയറ്റുവേദന കൊണ്ട്? എടോ വയറുവേദന കൊണ്ട്. താൻ ഒന്നും പറയണ്ട, ഡോക്ടറെ കണ്ട് വയറ് കയറാൻ നോക്ക്. എടാ, താൻ വൈകുന്നേരം വീട്ടിലേക്ക് വാ. എന്തിനാ പകട കളിക്കാനാ? കയ്യഴിക്കാനില്ല, ഇത് കണ്ട ഒരു കമ്പി ഉണ്ട്. വൈകുന്നേരം വീട്ടിൽ ഒന്ന് വാങ്ങിച്ചോ. അന്തോടി ചേട്ടാ, അന്തോടി ചേട്ടോ,
അന്തോണി ചേട്ടാ എന്താ കാര്യം? ഏയ് വയറുവേദന എന്ത് വേണേ തരാം. കാര്യം പറ. ഇപ്പൊ തന്നെ തീർക്കാൻ തീർന്നോ? ഇനി ഇതിലൊന്ന് ഒപ്പിട്ടെ. അവിടെ അവിടെ അന്തോണി ചേട്ടാ ഇനി വന്നേ. ഇത് എന്താണെന്ന് പറ, ഒന്നും മനസ്സിലാവണില്ലല്ലോ. ഇത് കമ്പി വെച്ചോ. ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? കമ്പിയല്ലേ, വളച്ച് ജനലിൽ കേട്ടോ. ടീച്ചർ കോൾ അടിച്ചല്ലോ. എന്താ? ആനുവൽ റിപ്പോർട്ട് കണ്ടില്ലേ? ടീച്ചറുടെ ബാച്ചിനാ റാങ്ക് കൂടുതൽ. ആനിവേഴ്സറി അല്ലേ വരുന്നത്. ടീച്ചറെ കൊണ്ട് എന്തെങ്കിലും പുതിയ ഐറ്റംസ് ചെയ്യിപ്പിക്കണമെന്നാണ് ഹെഡ്മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, എനിക്കൊന്നും വയ്യ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ആ പാവൻ രഘുമാഷ് പോലും എല്ലാ കൊല്ലവും കവിതാ പാരായണം നടത്തും. അതുപോലെ ടീച്ചറുടെ ഒരു പാട്ടോ നൃത്തമോ വേണം. എന്റെ ജീവിതത്തിലെ നൃത്തവും സംഗീതവും എനിക്കെന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. സോറി, എന്നെ നിർബന്ധിക്കരുത്.